But 3 lakh very less. 3 lakh very less. It's black. It's not enough, bro. It's If I give you for somebody 3 lakh ticket, black market, and nobody no ticket bank. Ah, it's 2 lakh less. 2 lakh. No. 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 Who is this? Police? Police. Problem? പോലീസ് പിടിച്ചു ഗൈസ് പെട്ടെന്നാ തോന്നുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലെ 2ാമത്തെ ദിവസമാണ്. കൊടും തണുപ്പാണ് ഗൈസ്, കണ്ടില്ലേ? ഇതേ ടവലൊക്കെ എടുത്ത് ചൂടി പുതച്ച് നിൽക്കുകയാണ്. ആകെ ഈ ഒരു സ്വെറ്ററേ ഉള്ളൂ. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നപ്പോൾ ഒരു ജാക്കറ്റ് വാങ്ങിക്കാനുള്ള ഒരു തന്ത്രപ്പാട് നോക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇന്നലെ താമസിച്ച അതേ ഹോസ്റ്റൽ തന്നെയാണ്. ഇതേ കണ്ടില്ല, അതേ ഹോസ്റ്റൽ. ഇതാണ് നമ്മൾ അകത്തെ റൂം. ഇതായിരുന്നു എൻ്റെ ബെഡ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പാകിസ്ഥാനി ബായി ഉണ്ടായിരുന്നു. പുള്ളിയെ കാണിക്കാൻ പറ്റില്ല. പുള്ളി രാവിലെ എണീറ്റ് പോയി. പുള്ളിക്ക് ഇന്ന് 11 മണിക്ക് എന്തോ ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം ഇവിടെ ഒരു 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൂടി ഇന്നലെ ഇവിടെ കാണിച്ച് തരായികയായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചൊരു കാര്യമാണ്. ഇവരുപയോഗിക്കുന്ന പ്ലേറ്റുകൾ ഇതേ കണ്ടില്ലേ, എല്ലാം പ്രിൻ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതേ ഈ ചെറിയ ചെറിയ കോപ്പുകളാണെങ്കിലും എല്ലാത്തിലും പ്രിൻ്റഡ് ആയിരിക്കും. ഇത് കണ്ടില്ലേ, ഇതെല്ലാം വളരെ പ്രിൻ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സംഭവമാണ്. അതേ ഗൈസ് കണ്ടില്ലേ, ഇതിവിടെ നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം പ്രിൻ്റഡ് ആണ് ഗൈസ്. നോക്കിയേ, ഗ്ലാസ്സുകൾ, ജഗ്ഗുകൾ, നൈസല്ലേ, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ, എല്ലാം പ്രിൻ്റഡ് സാധനങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഒരു ഹോസ്റ്റലുണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു ഹോസ്റ്റലാണ്. എത്ര $6 74,000 NIM അങ്ങനെ എന്തോ കണ്ടാണ് ഉസ്ബെക്കിസ്ഥാൻ കറൻസിക്ക് പറയുന്നത്. അതാണ് എനിക്ക് ആയത് ഇത് ഒരു ദിവസത്തേക്ക് 74,000 രൂപ. ഫുള്ള് 10,000-ന്റെ ലക്ഷത്തിൻ്റെ കണക്കാണ് ഇവിടെ. അപ്പോൾ ഇന്ന് ഞാനൊരു 150 ദിർഹംസ് ഉണ്ട് എൻ്റെ കയ്യിൽ. നമ്മുടെ യു എയിലെ 150 ദിർഹംസ് എന്ന് പറയുമ്പോൾ ഒരു 3,500 രൂപ ഇന്ത്യൻ മണി കേട്ടോ. അപ്പോൾ ഈ 3,500 രൂപ ഞാൻ മാറാൻ പോവുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ പുറത്തിറങ്ങി കറൻസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഡോളർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏത് കച്ചറ മാർക്കറ്റിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മാർക്കറ്റിൽ നിന്നാലും ആൾക്കാർ പൈസ ആയിട്ട് നിൽപ്പുണ്ട്, ഡോളർ വാങ്ങിച്ചിട്ട് പൈസ തരാനായിട്ട്. പക്ഷേ മറ്റുള്ള കറൻസി ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ATM ആയിട്ട് അതിൽ പൈസ ഇട്ടിരുന്നാൽ ഇൻ്റർനാഷണൽ കാർഡാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടെങ്കിലും വിഡ്രോ ചെയ്യാൻ കേട്ടോ. എനിക്കിപ്പോൾ പണി കിട്ടിയിട്ടാണുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പറയുന്നത് ദിർഹംസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ദിർഹംസ് കയ്യിലുള്ളതാണെങ്കിലും മാറാനായിട്ടൊരു സ്ഥലം പറഞ്ഞു തന്നു. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാറാനായിട്ടേ. യാൻഡെക്സിൽ ബുക്ക് ചെയ്ത്, യാൻഡെക്സ് ഞാൻ പറഞ്ഞില്ലേ ടാക്സി, അതിൽ ഭയങ്കര പൈസ കുറവാണ് ഗൈസ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, കാരണം മറ്റുള്ള ടാക്സിയെക്കാളും ഈ മറ്റുള്ള കളർ ടാക്സിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് യാൻഡെക്സ് ആപ്പ്. നമ്മളിന്ന് ഇതിലാണ് പോകണം കേട്ടോ. ഹായ്, യാൻഡെക്സ് പുള്ളിക്കാരനാണ് നമ്മൾ കൊണ്ടുപോകണം. ഹായ് ഹായ്, യു ഉസ്ബെക്? Yes, Uzbek. You from India? India, Hindustan. അപ്പോൾ എൻ്റെ കയ്യിൽ ദിർഹംസാണുള്ളത്. വേറെ പൈസയോ കാര്യങ്ങളൊന്നുമില്ല. കയ്യിലുള്ള പൈസയേ ഉള്ളൂ, അക്കൗണ്ടിൽ പൈസയില്ല. അല്ലെങ്കിൽ അക്കൗണ്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ATM എന്നുണ്ടെങ്കിലും വിഡ്രോ ചെയ്യാൻ ചെറിയ ചാർജേ ഉള്ളൂ, വലിയ പൈസ ചാർജൊന്നുമില്ല. വിസ കാർഡും മാസ്റ്റർ കാർഡും ആയിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കാരണം ഇപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഏരിയയിലോട്ടാണ് പോണത്. ഇങ്ങനെ ഈ കറൻസികളൊക്കെ എല്ലാത്തരം കറൻസികളും മാറുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഹോസ്റ്റലിൻ്റെ ആൾ തന്നെ പറഞ്ഞു തന്നൊരു സ്ഥലത്തേക്ക് ഇത് യാൻഡെക്സ് ബുക്ക് ചെയ്ത് പോവാണ്. നിങ്ങൾ യാൻഡെക്സ് മസ്റ്റായിട്ടും ഉസ്ബെക്കിസ്ഥാനിൽ വന്ന് യൂസ് ചെയ്യുക. നല്ല പ്രൈസ് കുറവാണ്. ഇതിപ്പോൾ $1 എങ്ങാണ്ടേ ഉള്ളൂ എനിക്കിപ്പോൾ ഈ സ്ഥലത്തോട്ട് പോകാൻ. 4 കിലോമീറ്റർ 3 കിലോമീറ്റർ ആണ്ടാണ് $1. ഭയങ്കര ലാഭമാണ് കേട്ടോ. 10 കിലോമീറ്റർ ആണെങ്കിലും $1 ആവത്തുള്ളൂ. ഇത് മിനിമം ചാർജ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടുത്തെ ടാക്സിയുടെ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കേസ്. ചില വണ്ടികൾ മഞ്ഞ കളർ, അത് ടാക്സി. ഇന്നലെ നമ്മൾ കയറിയ യാൻഡെക്സ് കുഞ്ഞു വണ്ടിയായിരുന്നു, അതിൽ യാൻഡെക്സ് ഒന്നുണ്ട്. ഇതിനാണെങ്കിൽ വേറെ സ്റ്റിക്കറൊന്നും ഇല്ല. പക്ഷേ ഇത് യാൻഡെക്സിലാണ് വന്നിട്ടുള്ളത്. ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്താണെന്നുള്ളതൊന്നും. നിങ്ങളപ്പോൾ എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ലതായിരിക്കും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. പുള്ളിക്കാരാണെങ്കിൽ കയ്യില്ലാത്ത ഉടുപ്പൊക്കെ ഇട്ട് ഒരു വിഷയമില്ലാതിരിക്കുന്നത് കേട്ടോ. പുറത്തിറങ്ങുമ്പോഴാണ് തണുപ്പ്. വണ്ടിക്കകത്തിരിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. പുള്ളിക്ക് തണുപ്പൊന്നും വിഷയമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മീൻസ് നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ ഒരു സ്ഥലത്ത് എത്തി. പക്ഷേ ഇവിടെ എവിടെയാണെന്നൊന്നും അറിയാൻ വയ്യ. ഇതൊരു എന്താ പറയുക, ഒരു നൈസ് ഒരു പ്ലേസാണ്. ഇവിടെ ആരുടെ അടുത്താണ് പൈസ മാറുന്നതെന്നോ എടുക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതേ കണ്ടില്ലേ. പക്ഷേ ഈ പ്ലേസ് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇത് അടിപൊളി സ്ഥലമാണ്. ഇതൊരു മോള് പോലത്തെ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഫിറ്റ്നസ് ക്ലബ്ബും ഷോപ്പുകളൊക്കെ ഉണ്ട്.
എന്ത് ക്ലീൻ ആണെന്ന് നോക്കി, എന്ത് നീറ്റാണെന്ന് നോക്കി ഈ ഒരു സ്ഥലം കാണാനായിട്ട്. എത്ര ക്ലീൻ ആയിട്ടാണ് ഈ സ്ഥലം അവർ സൂക്ഷിക്കുന്നത്, കണ്ടില്ലേ? യോ സ്റ്റഡിങ് ഹിയർ, സ്റ്റുഡൻറ്? Student? Yes. Okay. Where are you from? From India. India. I am from India. I'm a YouTuber. Do YouTube video. അപ്പോൾ നമ്മൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് നടന്ന് കറങ്ങുമായിരുന്നു പൈസ മാറാനായിട്ട്. പക്ഷേ അവിടെ ഒന്നും ഒരാളെയും കാണുന്നില്ല. ആ ചുറ്റുവട്ടം കറങ്ങി നോക്കിയിട്ട് അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അങ്ങനെ പുള്ളിയുടെ ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് പറയുന്നത് അവനും മനസ്സിലാവുന്നില്ല. അങ്ങനെ പാവപ്പെട്ടവൻ എന്നെ എങ്ങോട്ടോ കൊണ്ടുപോവാണ്, എങ്ങോട്ടാണെന്നറിയില്ല. കാർ ഓക്കെ അല്ല അവന് കാറുണ്ട്, കാറിൽ പോകാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണത്. എന്താവും എന്തോ നോക്കാം. ഓക്കെ. യുവർ നെയിം? My name is Srojuddin. Srojuddin. You Uzbek? Uzbek, yeah. Uzbek, okay. നമ്മളില്ല സീരീസിലൊക്കെ കാണത്തില്ലേ, ചില ഇംഗ്ലീഷ് സീരീസിൽ ഡാർക്കൊക്കെ പോലുള്ള അതുപോലത്തെ ലൊക്കേഷനും അതുപോലത്തെ ഉള്ള ആൾക്കാരും അതുപോലെ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു കേസ് കാറിൽ. എവിടെ കൊണ്ടുപോകണോ എന്തോ പഠിച്ചെന്നറിയാം, ബാക്കിയൊക്കെ കണ്ടറിയാം. അപ്പോൾ അവന് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള പയ്യനായിട്ടാ. അവൻ്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് കറങ്ങുന്ന എന്നിട്ട് പറഞ്ഞ് എന്താ ഇങ്ങനെ, ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു ഗൂഗിളിൽ. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോകാം. അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അങ്ങനെ പോവാണ്. ഇതൊരു കോളേജ് ഏരിയ ആണ് കേട്ടോ. ഈ പയ്യനൊക്കെ ഇവിടെ പഠിക്കുന്ന പയ്യനാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഈ കാണുന്നതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് അറിയില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ഒരുപാട് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. ഇവിടെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ ഇവിടെ ഒരു മലയാളിയും കണ്ടിട്ടില്ല. എന്താണെങ്കിലും നോക്കാം ഗൈസ്. ക്യാമറ സ്റ്റിൽ ഓണിൽ തന്നെ വെക്കാം. സ്ഥലമൊന്നും അത്ര പരിചയമില്ലല്ലോ. ഇവിടെയാണ് കേട്ടോ സ്ഥലം. ഹിയർ ഓക്കെ ബട്ട് ഐ ഹാവ് ദിർഹംസ്. ജസ്റ്റ് a minute. Bro, dirhams. Dirham how much of you? 150. Okay, I check it. Come. Just a minute. Okay. Thank you so much. How are you? Hi, I'm I fine. can't check. You can I show you? 150. Okay, ticket, black market, and nobody not ticket bank. Okay, I understand. Also, I understand. Only 300 I give you. 300? For 150. മുഞ്ചിക്കാൻ നോക്കുവാണോ ഗൈസ്? ഗൂഗിളിന്റെ ഇത് പ്രകാരം ചെക്ക് ചെയ്യാൻ Here, show you only bank price. You know? It's Here bank bank, price. nobody not ticket. Only is Dubai boy. Here, any bank you going, nobody is not check. I understand, but Do you 3 lakh understand? very less. 3 lakh very less. Is black market. I give you. You know what I do? This I take it. Maybe somebody is going Dubai. Is give you this time. Maybe after 5 months. Maybe after 6 months. I keep it my car. I understand, but 3 lakh is not enough, bro. It's If I give you for somebody, 3 lakh means it's 2 lakh less. 2 lakh almost I think 2 lakh $10-20 $18-19 this is is I think for somebody I give. I know for somebody also is ticket. For me not same price is ticket. You know down is ticket. Give me this. Yeah, I take street price, bro. Only I am ticket here. I speak English. This money only I take it. You coming street for me. I understand, but this is less. I am a blogger, bro. YouTube blogger. Actually, I am not a tourist. You like? Now blogger. Yeah. Is ticket now? No. Don't worry about that. Oh, no issue. I'm a blogger in India. Nobody see here. Don't worry about that. No. No, bro. It's very less, bro. 3,50,000 is very less. No. How much I give you last price? 4,50,000 is okay. Nereden bu akın? 450. Ha? 450. India'dan mı? India. India, Pakistan. You Pakistan? Ne Pakistan? Me India. India. You Uzbek? Tojik. Uzbek. Tajik. Tajikistan. Okay. നൈസിനെ നമ്മൾ വലിപ്പിക്കാൻ നോക്കുകയാണ് ഗൈസ്. അത് ഇവിടെ അങ്ങനെയാണ്, കാരണം ഇത് ബ്ലാക്ക് മാർക്കറ്റ് ആണ്. അങ്ങനെ ഒരു സംഭവമാണ്. സോറി. ഓക്കെ ബ്രോ. Aç yok. ഓക്കെ. Just the hanga
It's very. 450,000 rupiya müştüm ben. 450. പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. 400,000 rupiya mitiam. ആ ഭയങ്കര ഉടായ്പ പോണേ എന്തായി. ഓക്കെ ഓക്കെ 420. no. Not 420. How much? Last price. 450 is fine. 420. No. 30 is big. 30 is. No, the 3 cola, not big money. No. No. It's very less for me. That's why. Because already it's 550 hai available. Sorry. Bye. നൈസിന് തേപ്പാണ് കേസ്. അങ്ങനെ നമ്മൾ എടുക്കരുത്. നമ്മൾ ഓക്കെ നോ പറഞ്ഞെങ്കിൽ വിടണം ബ്രോ. ഡ്രോപ്പ് ഇറ്റ്. ഇറ്റ്സ് ഫൈൻ. ഇറ്റ്സ് വെരി ലെസ്. Amount was very less, bro. It's not a good for me. Who is this? Police? Police. Problem? Problem. I don't get this. No, all the സമയം. So. പോലീസ് പിടിച്ചു കേസ്. പെട്ടെന്നാ തോന്നുന്നത്. വലൈക്കും അസ്സലാം. Ne yapacağız? Erken futbol istemiyor. Mehmon boş. Futbol şimdi. Ben başından gün böyle bir defa kaldı. Mehmona zarar yeterli. Şunlar. Kıyan toptan var onu biz kiyadik. Ya bu savob ish uchun bu kishini joyiga qaytarib olib qo'yib. Просто adashib qolgan ekan, shunda olib qo'yib. Alıyorsun şu için. Ha, hozir Siz cevap verirsin, o cevap veriyorsunuz. Bu cevap verirsin. Guys, move the scene. ബ്ലാക്ക് മാർക്കറ്റാണ് ഗൈസ്. അപ്പുറത്ത് നമ്മൾ പോയി വില പേശിയില്ല ഇപ്പോൾ ഇരുന്നിട്ട്. അത് ബ്ലാക്ക് മാർക്കറ്റാണ്. അപ്പോൾ ലീഗലല്ലാതെ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ പ്രശ്നമായത്. അവ എന്നെ സഹായിക്കാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ അവ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് അക്കൗണ്ടിൽ ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ അവ എനിക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട്. അപ്പോൾ നേരത്തെ ആ സമയത്ത് എനിക്ക് പൈസ വന്നതിൻ്റെ മെയിൽ വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ അവൻ്റെ നിന്ന് വാങ്ങിക്കാഞ്ഞ പൈസ. അത് വാങ്ങിക്കാതിരുന്നത് നന്നായി ശരിക്കും. വാങ്ങിക്കാൻ കൂടി ചെയ്തെങ്കിൽ ഇതിലും കലിപ്പായേനെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കണ്ടില്ലേ നിങ്ങളിപ്പോൾ അഥവാ ഈ ഒരു രീതിയിൽ പൈസ മാറുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് തന്നെ മാറുക, അല്ലെങ്കിൽ ATM കാർഡിൽ പൈസ ഇട്ടുകൊണ്ട് വരിക കേട്ടോ. വലിയ ചാർജൊന്നും ഇല്ല. പോലീസ് വരുന്നുണ്ട് വീണ്ടും കേട്ടോ. നോക്കട്ടെ. ഫൈൻ ഓക്കെ നോ പ്രോബ്ലം. വൈ പോലീസ് കോൾ? വൈ പോലീസ്? police my brother call. Huh? My brother call. Oh, money, oh problem? Perfect. ഇതിലേക്ക് അജോയ്. ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല പറയേണ്ട എന്താണെന്നുള്ളേ. സോറി ബ്രോ, ഐ ആം സോ സോറി. പോലീസ് നമ്മളടുത്തൊന്നും ഒരു വകയും ചോദിച്ചിട്ടില്ല കേട്ടോ. പോലീസ് വന്നിട്ട് നമ്മൾ നോക്കുന്നതോ നമ്മൾ മിണ്ടുന്നതോ ഒന്നും ചെയ്തില്ല. അവൻ ഇവിടുത്തെ ആളായതുകൊണ്ട് അവൻ ഇവിടുത്തെ ആളാണ്. അപ്പോൾ അവൻ എന്നെ ആ ഒരു ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് അവനിക്ക് ഇപ്പം വണ്ടിയുടെ ബുക്കും പേപ്പർ ഇൻഷുറൊക്കെ ചോദിച്ച് ലാസ്റ്റ് ഓക്കെ പറഞ്ഞ് വിട്ട്. കുഴപ്പമൊന്നുമില്ല, ഫൈൻ എന്നാണ് അവൻ പറഞ്ഞത്. ഫൈൻ മീൻസ് ഓക്കെ ആണെന്നാണ് അവൻ പറഞ്ഞത്. ഫൈനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. എന്നിരുന്നാലും ഓക്കെ എന്തോ പറയാനാന്ന് പറയാം. ഓക്കെ ബ്രോ, താങ്ക് യു. യു കൻ ഡ്രോപ്പ് മീ. Okay. Fine. Men sizni olgan joyimni yana joyingizga qaytarmoqchiman. Okay. So sorry, okay? Really sorry. Okay. Your name, one more? Sirojiddin. Sirojiddin. Okay. Sirojiddin. ഉസ്ബെക് നെയിമാണ്. ഇവിടെ പോലീസുകാരൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഇത് നമുക്കൊരു രാജകീയമായ ലുക്ക്. ടീം വർക്ക്, അവരുടെ ഡ്രസ്സിങ്ങും കയ്യിലെ സാധനങ്ങളും. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. സോ സോറി. ഓക്കെ ബൈ. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കുക അവരുടെ ഒരു മെൻറ്റാലിറ്റി. ഞാൻ ഇവിടെ വഴി നിന്ന് കറങ്ങി ഇവിടെ എവിടെയാണ് ഇവിടെ പൈസ മാറ്റുന്നതെന്ന് അറിയാതെ നിന്ന് കറങ്ങിയപ്പോഴാണ്
അവൻ എൻ്റെ അടുത്ത് ഞാൻ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വാ ഞാൻ കൊണ്ടുപോകാം. അവൻ പറഞ്ഞു തരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നത് അവനും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ പോയി വണ്ടി എടുത്ത് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അവൻ്റെ കൂടെ കയറി പോയി, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ കയറിപ്പോയി. അവിടെ പോയി ബ്ലാക്ക് മാർക്കറ്റിൽ പോയി വില പേശി. കണ്ടില്ല അവന്മാർ നമ്മളെ പറ്റിക്കാൻ നോക്കുന്നു, നൈസിന് അടിക്കാൻ നോക്കുന്നത്. നമ്മൾ വിടുവോ? നമ്മൾ മലയാളികളെടുത്ത് അവരെ കളി. ഞാൻ മാറിയില്ല. പറഞ്ഞ കാര്യം വേറൊന്നുമല്ല, ഞാൻ മാറിയേനെ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നതാണ്. ഞാൻ മാറാഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ATM-ൽ എൻ്റെ അക്കൗണ്ടിൽ ആ സ്പോട്ടിൽ തന്നെ ഒരു കൂട്ടാനെ വിളിച്ച് പറഞ്ഞാൽ അവൻ പൈസ ഇട്ടായിരുന്നു. അപ്പോൾ അത് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നതും ആ സമയത്താണ് അവൻ വില പേശിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പിന്നെ മാറാഞ്ഞല്ലേ. ഞാൻ ലാസ്റ്റ് ആ 4,50,000 രൂപ പറഞ്ഞപ്പോൾ ഞാൻ മാറിയേനെ കേട്ടോ. ഞാൻ അതുകൊണ്ട് മാറിയില്ല. എന്താണെങ്കിലും പാവം അവൻ എൻ്റെ കൂടെ വന്നിട്ട് പോലീസും പിടിച്ച്. പക്ഷേ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ കുറച്ച് നേരം നിർത്തിയിട്ട് പോസ്റ്റാക്കിയിട്ട് അങ്ങ് വിട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് പൈസ വന്നു. ഇനിയിപ്പോൾ ഞാൻ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ATM-ൽ നിന്ന് എടുക്കുക. ATM-ൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു വിഷയമില്ല, സുഖമാണ്, നല്ല എമൗണ്ടും കിട്ടും. പിന്നെ ഇതേപോലെ നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ നിങ്ങൾ ഇതേപോലുള്ള ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ നോക്കാവൂ. പിന്നെ ഇത് ഇല്ലീഗലാണ്, അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ?